മക്കളെ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അസ്ത്രയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ഫസ്റ്റ് ചാപ്റ്ററുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്ക് അല്ല, പുതിയ ടെക്സ്റ്റ് ബുക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതൊക്കെ മാറി പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പുതിയ പാഠമൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിലെ ആദ്യത്തെ യൂണിറ്റ് ഫസ്റ്റ് ചാപ്റ്റർ ഇതാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അതിനു മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണേ. അതുപോലെ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്ലാസ്സൊക്കെ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക. നമ്മുടെ ക്ലാസ്സൊക്കെ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പാഠം മാത്രമല്ല, നമ്മുടെ എല്ലാ വിഷയങ്ങളുടെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സും കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. നമ്മുടെ യൂണിറ്റിൻ്റെ പേര് ബോൺസ് ഓഫ് ലൈഫ് എന്നാണ്. എന്താണ്? ബോൺസ് ഓഫ് ലൈഫ് എന്നാണ് യൂണിറ്റിൻ്റെ പേര്. നമുക്കറിയാം, നമുക്ക് ഒരുപാട് ബോൺസ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബോൺസ് ഉണ്ടാവാറുണ്ട്, അല്ലെ, ബന്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഫാമിലിയിൽ പാരൻസുമായിട്ട്, സഹോദരങ്ങളായിട്ട്, അതുപോലെ നല്ല സുഹൃത്തുക്കളുമായിട്ട്, മുത്തശ്ശി, ഇങ്ങനെ നമ്മൾ ജീവിതയാത്രയിൽ ഒരുപാട് പേരെ പരിചയപ്പെടുമ്പോൾ ഒരുപാട് നല്ല ബന്ധങ്ങൾ, ജീവിത ബന്ധങ്ങൾ ഉണ്ടാവും, അല്ലേ? അപ്പോൾ അതുപോലൊരു ബന്ധം തന്നെയാണ് നമ്മുടെ പാഠത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇവിടെ ഗാന്ധിജിയുടെ വാക്കുകളാണ് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹ്യൂമാനിറ്റി ഈസ് നോട്ട് ഇൻ ബീയിങ് ഹ്യൂമൻ ബട്ട് ഇൻ ബീയിങ് ഹ്യൂമെയിൻ എന്നാ പറഞ്ഞത്. അതായത് മനുഷ്യത്വത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് മനുഷ്യനായിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് മനുഷ്യത്വത്തിലാണ്. അതായത് നമ്മളെല്ലാവരും ഹ്യൂമൻസാണ്, മനുഷ്യരാണ്. പക്ഷേങ്കിൽ നമുക്ക് മനുഷ്യത്വം ഉള്ളപ്പോൾ മാത്രമാണ് ഈ മനുഷ്യത്വത്തിൻ്റെ മഹത്വം, നമുക്ക് വലിയൊരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മൾ മഹത്വവൽക്കരിക്കപ്പെടുന്നത് എപ്പോഴാണ്? നമ്മളുടെ ഉള്ളിൽ മനുഷ്യത്വം ഉണ്ടാവുമ്പോഴാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളോടും നമ്മൾക്ക് സ്നേഹം ഉണ്ടാവും. അതുപോലെ തന്നെ ഒന്നിനും ഇഷ്ടപ്പെടാണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലേ? എല്ലാം റഫായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ എപ്പോഴും സ്നേഹം കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഈ സ്നേഹങ്ങളൊക്കെ തിരിച്ച് കിട്ടുക. അപ്പോഴാണ് നല്ല ബന്ധങ്ങളൊക്കെ നിലനിൽക്കുക. അപ്പോൾ അങ്ങനെ പറഞ്ഞ് പോകുമ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേരിലേക്ക് വരിക, എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്നാണ്. എന്താണ് പേര്? എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. ഓതറിൻ്റെ പേര് റസ്കിൻ ബോണ്ടാണ്. റസ്കിൻ ബോണ്ടിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഹാവ് യു എവർ സ്പെൻഡ് സം ടൈം വിത്ത് യുവർ ഗ്രാൻഡ് പാരൻസ്? വാട്ട് ഈസ് ഓർ വാസ് യുവർ ഫേവറേറ്റ് ആക്ടിവിറ്റി വിത്ത് ദം? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ നിങ്ങളുടെ സമയം ചെലവഴിച്ചിട്ടുണ്ടോ? അതിപ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മ വന്നിട്ടുണ്ടാവും, അല്ലേ? വാട്ട് ഈസ് ഓർ വാസ് യുവർ ഫേവറേറ്റ് ആക്ടിവിറ്റി വിത്ത് ദം? എന്താണ് നിങ്ങളുടെ, എന്തായിരുന്നു നിങ്ങളുടെ, ഇല്ലെങ്കിൽ അവരുടെ കൂടെ നിങ്ങൾ ചെലവഴിച്ച ആ ഫേവറേറ്റ് ആക്ടിവിറ്റി? ഓക്കെ, ലെറ്റ്സ് ജോയിൻ എ ഗ്രാൻഡ് സൺ ആൻഡ് എ ഗ്രാൻഡ് മദർ ഓൺ ദെയർ ജേർണി ആൻഡ് എക്സ്പ്ലോർ ദ ബ്യൂട്ടി ഓഫ് ലാൻഡ്സ്കേപ്പ് ആൻഡ് ദ വാംത്ത് ഓഫ് ദെയർ റിലേഷൻഷിപ്പ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കഥയിലേക്ക് പോകുമ്പോൾ നമുക്ക് ആരെയൊക്കെ കാണാം? ഒരു ഗ്രാൻഡ് സൺ, അല്ലെ, ഒരു പേരക്കുട്ടിയും ഒരു മുത്തശ്ശിയും, അവരുടെ യാത്രയിൽ നമ്മൾ കാണുന്ന പ്രകൃതി ഭംഗിയും, അതുപോലെ തന്നെ അവരുടെ ആ റിലേഷൻഷിപ്പിൻ്റെ വാംത്ത്, അതൊരു ചൂടും നമുക്ക് മനസ്സിലാവും. ഓക്കെ, പാഠം വായിക്കാം. അപ്പോൾ നമുക്ക് പാഠത്തിലൂടെ പോകുന്ന സമയത്ത് ഇവരുടെ ബന്ധം എത്രത്തോളം ഉണ്ടായിരുന്നു നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി കിട്ടും. ഓക്കെ. Granny could hear the distant roar of the river and smell the pine needles and feel the presence of her grandson, Mani. She couldn't see the river or the trees. She could only make out Mani's fuzzy hair and sometimes his blackberry eyes and the gleam of his teeth when he smiled. First paragraph ആണ്. എന്താ പറഞ്ഞേ? Granny could hear the distant roar of the river and smell the pine needles. മുത്തശ്ശിക്ക് എന്ത് കേൾക്കാം? ഈ അകലത്ത് നിന്നുള്ള റിവറിൻ്റെ, ഇങ്ങനെ ഒഴുകുന്ന പുഴയുടെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് സ്മെൽ ദ പൈൻ നീഡിൽസ്. പൈൻ നീഡിൽസ് എന്ന് പറഞ്ഞാൽ പൈൻമരം നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? പൈൻമരത്തിൻ്റെ ഇലകൾ എങ്ങനെയാണ്? നീഡിൽസ് പോലെയാണ്. അപ്പോൾ അതിൻ്റെ സ്മെല്ല് മുത്തശ്ശിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് ഹർ ഗ്രാൻഡ് സൺ. ആര് കൂടെയുണ്ട്? മണി, അല്ലേ? ഗ്രാൻഡ് സൻ്റെ പേര് മണിയാണ്. മണി കൂടെയുണ്ട്. അപ്പം മണിയുടെ സാന്നിധ്യം ആർക്ക് മനസ്സിലാവുന്നുണ്ട്? മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഷീ കുഡിൻ സീ ദ റിവർ ഓർ ദ ട്രീസ്. പക്ഷേ മുത്തശ്ശിക്ക് എന്ത് കാണാൻ പറ്റുന്നില്ല? പുഴ കാണാൻ പറ്റുന്നില്ല, ഈ മരങ്ങൾ കാണാൻ പറ്റുന്നില്ല. ഷീ കുഡ് ഓൺലി മേക്ക് ഔട്ട് മണീസ് ഫുസി ഹെയർ ആൻഡ് സംടൈംസ് ഹിസ് ബ്ലാക്ക്ബെറി ഐസ് ആൻഡ് ദ ഗ്ലീം ഓഫ് ഹിസ് ടീത്ത് വെൻ ഹി സ്മൈൽഡ്. മുത്തശ്ശിക്ക് അടുത്തറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. മണിയുടെ ആ പതുപതുപ്പുള്ളൊരു മുടി, അല്ലേ? ആ നല്ലൊരു മുടി. ആൻഡ് ഓൾസോ ദെന്നാണ് ഹിസ് ബ്ലാക്ക്ബെറി ഐസ്, അവൻ്റെ ബ്ലാക്ക്ബെറി കണ്ണുകൾ. ആൻഡ് ഗ്ലീം ഓഫ് ഹിസ് ടീത്ത് വെൻ
ഹി സ്മൈൽഡ്, അവൻ ചിരിക്കുമ്പോഴുള്ള ആ പുഞ്ചിരിയുടെ പല്ലിൻ്റെ തിളക്കം. ഇത് മാത്രമേ മുത്തശ്ശിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം മുത്തശ്ശിക്ക് എന്താണ് കുറച്ചെന്തോ കാഴ്ച കുറവുണ്ടാവണ്ടേ. അതുകൊണ്ടല്ലേ പൈൻ്റെ സ്മെല്ലും റിവറിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലൊന്നും കാണാൻ പറ്റും. ദൂരെയൊന്നും മുത്തശ്ശിക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ അടുത്തുള്ള മണിയുടെ സാന്നിധ്യമൊക്കെ മുത്തശ്ശിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയും മണിയും കൂടി എവിടെയൊക്കെ പോകുന്നതെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഗ്രാനീനെയും കാണാം മണീനെയും കാണാം അല്ലേ. രണ്ടുപേരും യാത്ര പോകുന്നുണ്ട്. മുത്തശ്ശിയുടെ കയ്യിൽ ഒരു കുടയുണ്ട്. അപ്പോൾ കുടയൊക്കെ നിർത്ത് ഒരു മഴയത്തായിരിക്കും അപ്പോൾ യാത്ര എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ ഞാൻ നിങ്ങളോട് ഈ ക്ലാസ്സിൽ പറയുന്ന സമയത്തും പുറത്ത് മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് ചെറിയ രീതിയിൽ ഇതിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്കടുത്ത പാരാഗ്രാഫിലേക്ക് പോയിക്കൂടെ. ഗ്രാനി വോർ എ പെയർ ഓഫ് ഓൾഡ് ഗ്ലാസസ്. ഷീ ഹാഡ് ബീൻ വിയറിങ് ദം ഫോർ വെൽ ഓവർ 10 years. അപ്പോൾ മുത്തശ്ശിക്ക് എന്തുണ്ട്, ഒരു പഴയ ഗ്ലാസ് ആണുള്ളത്, പഴയ കണ്ണടയാണുള്ളത്. എത്ര വർഷം പഴക്കൊണ്ട് നോക്കിയേ. ഷീ ഹാഡ് ബീൻ വിയറിങ് ദം ഫോർ വെൽ ഓവർ 10 years. അത് 10 വർഷത്തോളായി ഈ കണ്ണട ഉപയോഗിക്കുന്നത്. 10 വർഷത്തിന് മുകളിലായി മുത്തശ്ശി കണ്ണട ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എത്ര പഴക്കമുള്ള കണ്ണടയല്ലേ. യെസ്, ഹെർ ഐസ് ഹാഡ് ഗ്രോൺ സ്റ്റഡ്ലി വീക്കർ ആൻഡ് ദ ഗ്ലാസസ് വർ നൗ സ്ക്രാച്ച്ഡ് ആൻഡ് സ്പോട്ടഡ്. അപ്പോൾ മുത്തശ്ശിയുടെ കണ്ണിന് കാഴ്ച വളരെ കുറഞ്ഞു വരാം. കണ്ണൊക്കെ വീക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കണ്ണടക്ക് സ്ക്രാച്ചും ചെറിയ സ്ക്രാച്ചസും പൊട്ടലൊക്കെ ഉണ്ട്, ചെറിയ ഡോട്ടൊക്കെ ഉണ്ട്. പക്ഷെ മുത്തശ്ശി എന്താണ് അതൊന്നും നോക്കുന്നില്ല. 10 വർഷമായിട്ട് ആ കണ്ണട തന്നെയാണ് മുത്തശ്ശി യൂസ് ചെയ്യുന്നത്. സോ ദർ വാസ് വെരി ലിറ്റിൽ ഷീ കുഡ് സീ ത്രൂ ദം. അപ്പോൾ ഒന്നാമതേ മുത്തശ്ശിക്ക് എന്തില്ല, കാഴ്ചക്ക് കുറവുണ്ട്. അതിനിടയിൽ ഈ ഒരു സ്ക്രാച്ചൊക്കെ ഉള്ള കണ്ണട ഇട്ടതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് പുറത്തേക്ക് കാര്യമായിട്ട് ഒന്നും കാണാൻ പറ്റില്ല. അതാണ് നമ്മൾ ആദ്യത്തെ പാരാഗ്രാഫിൽ മുത്തശ്ശിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ കാണാൻ പറ്റുന്നില്ല എന്നാണ് പറയാനുള്ള കാരണം. ഓക്കെ, മണി ആൻഡ് ഹിസ് ഫാദർ felt that it was high time Granny had her eyes tested and got herself new glasses. അതായത് മണിക്കും അച്ഛനും എന്താ പറയുക, ഇത് ഹൈ ടൈമായി, കുറേ കാലമായി എന്താണ് മുത്തശ്ശീനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, ഈ ഗ്ലാസ്സൊക്കെ ഒന്ന് മാറ്റി അയ്യൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം അവർക്ക് കുറേ കാലമായിട്ട് ചിന്തിക്കുന്നില്ല, മനസ്സിലായ ഒരു കാര്യമാണ്. ഓക്കെ, വെൽ യു നോ വി കാൺ ഗെറ്റ് ദം ഇൻ ദ വില്ലേജ് സെഡ് ഗ്രാനി. നിനക്കറിയോ ഇത് എവിടെ നിന്ന് കിട്ടൂല, വില്ലേജിൽ കിട്ടൂല എന്ന് ആര് പറഞ്ഞു? മുത്തശ്ശി പറഞ്ഞു. നമ്മൾ ഈ കണ്ണട വാങ്ങേണ്ട കാര്യമാണ്, ഐ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവരെ ഗ്രാമത്തിൽ ഐ ഹോസ്പിറ്റലൊന്നും ഇല്ല. ഓക്കെ, മണി സെഡ് യു വിൽ ഹാവ് ടു ഗോ ടു ദ ഐ ഹോസ്പിറ്റൽ ഇൻ മുസൂറി. എവിടെ പോകണം? നിങ്ങൾ മുസൂറിയിലെ ഐ ഹോസ്പിറ്റലിൽ പോകണം. ദാറ്റ്സ് ദ നിയറസ്റ്റ് ടൗൺ, അതാണ് അടുത്ത ടൗണ്. അപ്പോൾ മുത്തശ്ശി എന്താ പറയുന്നത്? ബട്ട് ദാറ്റ്സ് 2 day ജേണി പ്രൊട്ടസ്റ്റഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി പറയാം, ഗ്രാനിക്ക് പോകാൻ കുറച്ച് മടിയുണ്ട് അല്ലേ, വർത്താനത്തിൽ നമുക്ക് അങ്ങനെ തോന്നാം. ബട്ട് ദാറ്റ്സ് 2 days ജേണി. അപ്പോൾ എത്ര ദിവസത്തെ യാത്രയുണ്ട്? ബട്ട് ദാറ്റ്സ് 2 day ജേണി പ്രൊട്ടസ്റ്റഡ് ഗ്രാനി. ഗ്രാനി പറയാം 2 ദിവസത്തെ യാത്രയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗ്രാനി അതിനെയും പ്രൊട്ടസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഗ്രാനി വാസ് ലുക്കിംഗ് ഫോർ എക്സ്ക്യൂസസ്. അപ്പോൾ മുത്തശ്ശിയുടെ സംസാരത്തിന് നമുക്ക് മനസ്സിലാവും മുത്തശ്ശി എന്താണ് ഓരോ എക്സ്ക്യൂസസ് പറയണത്, ഈ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുകയാണ്. ഓക്കെ, മുത്തശ്ശിക്ക് അങ്ങനെ പോകണമെന്നൊന്നുമില്ല. ഷീ ഡിഡ് നോട്ട് വാണ്ട് ടു ബി പാർട്ടഡ് ഫ്രം മണി. മുത്തശ്ശിക്ക് ആരുടെ അടുത്ത് നിന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ല, നമ്മുടെ മണിയുടെ അടുത്ത് നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി പറ്റില്ല. അതൊരു മെയിൻ കാര്യമാണ്. ഹി വാസ് 11 ആൻഡ് ക്വൈറ്റ് കേപ്പബിൾ ഓഫ് ലുക്കിംഗ് ആഫ്റ്റർ ഹിംസെൽഫ്. അവൻ എത്ര വയസ്സായിടാ? 11 വയസ്സായി. ഈ 11 വയസ്സായ ആൾക്ക് എന്താണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കാൻ, അവൻ്റെ കാര്യമൊക്കെ നോക്കാൻ പറ്റും. പക്ഷേ ബട്ട് ഗ്രാനി ഹാഡ് ബ്രോട്ട് ഹിം അപ്പ് എവർ സിൻസ് ഹിസ് മദർ ഹാഡ് ഡയഡ് വെൻ ഹി വാസ് ഓൺലി എ ഇയർ ഓൾഡ്. നമ്മുടെ മണിക്ക് 1 വയസ്സ് പ്രായമുള്ള സമയത്താണ് ആര് മരിക്കുന്നത്? നമ്മുടെ മണിയുടെ അമ്മ മരിച്ചത്. ആ അമ്മ മരിച്ചന്ന് മുതൽ മണീനെ നോക്കുന്നത് ആരാ? മുത്തശ്ശിയാണ്. ഷി വാസ് ഹിസ് നാനി, മാറ്റേണൽ ഗ്രാൻഡ് മദർ. നാനി, നാന അല്ലേ, നാനി നാന ഇത് നമുക്കറിയില്ലേ. ഗ്രാൻഡ് ഫാദർ നമ്മൾ നാന എന്ന് പറയാറുണ്ട്, നാനി എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് മദർ, അമ്മയുടെ അമ്മ, അമ്മയുടെ അച്ഛൻ. ഇവിടെ ആരാണ്? നാനിയാണ്, അമ്മയുടെ അമ്മ, മാറ്റേണൽ ഗ്രാൻഡ് മദറാണ്. ഷി വാസ് ഹിസ് നാനി ആൻഡ് ഹാഡ് കെയർഡ് ഫോർ എ ബോയ് ആൻഡ് ഫാദർ ആൻഡ് ദ കൗസ് ആൻഡ് ഹെൻസ് ഇൻ ദ ഹൗസ് ഹോൾഡ് വിത്ത് ഗ്രേറ്റ് എനർജി ആൻഡ് ഡിവോഷൻ. അപ്പം മണിയുടെ അമ്മ മരിച്ചേരം മുതൽ മണീനെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണിയുടെ ഫാദർ ഉണ്ട് അവിടെ, അവരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ എന്തുണ്ട്? എന്താ കൗസ്, പശുക്കളുണ്ട്. ഹെൻസ്, കോഴികളുണ്ട്. ഇൻ ദ ഹൗസ് ഹോൾഡ് വിത്ത് ഗ്രേറ്റ് എനർജി ആൻഡ് ഡിവോഷൻ. വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ എനർജറ്റിക് ആയിട്ട്, വളരെ ഡിവോട്ടഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ആര് ചെയ്യുന്നുണ്ട്? മുത്തശ്ശി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഐ ക്യാൻ മാനേജ് ക്വൈറ്റ് വെൽ ഷീ സെഡ്. അപ്പോൾ മുത്തശ്ശി പറയാണ്, ഇത് കാഴ്ചയൊന്നും പ്രശ്നമില്ല, എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ മുത്തശ്ശി പറയാണ്. അപ്പോൾ നോക്കാം. നൗ ലിസൺ സെഡ് മണീസ് ഫാദർ സ്റ്റേൺലി. അപ്പോൾ അതിനിടയിൽ മണിയുടെ അച്ഛൻ പറയാണ്, നൗ ലിസൺ, ശ്രദ്ധിക്കുക. വളരെ കർക്കശമായിട്ടാണ് മണിയുടെ ഫാദർ. സ്റ്റേൺലി ഇതിൻ്റെ അർത്ഥം കർക്കശമായി എന്നാണ്. അപ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് അച്ഛൻ പറയാം, വി ആർ നോട്ട് സെൻഡിങ് യു ഓഫ് ഓൺ യുവർ ഓൺ, ഐ വിൽ ടേക്ക് യു ടു മുസൂറി. അപ്പോൾ നിങ്ങളെ ഒറ്റയ്ക്ക് വിടാനല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. എങ്ങോട്ട്? മുസൂറിയിലേക്ക്. ഞാൻ നിങ്ങളെ കൂട്ടിയിട്ട് പോവാം എന്നാണ് ആര് പറയുന്നത്? മണിയുടെ അച്ഛൻ പറയുന്നത്. ആൻഡ് ലീവ് മണീസ് ഹിയർ ബൈ ഹിംസെൽഫ്.
അപ്പോൾ മുത്തശ്ശി ചോദിക്കണം, മണീനയുടെ ഒറ്റക്കാക്കിയിട്ട് പോവാനാ? ഹൗ കുഡ് യു ഈവൺ തിങ്ക് ഓഫ് ഡൂയിങ് ദാറ്റ്? നീ എങ്ങനെയാണ് അത് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചത് എന്നാണ് ആര് ചോദിക്കുന്നത്? മുത്തശ്ശി. അപ്പോൾ മുത്തശ്ശിക്ക് മെയിനായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞു മണീനെ വിട്ടു പോകുന്ന, മണീൻ്റെ അടുത്ത് വേടി പോകുന്ന ഇഷ്ടമല്ല. അപ്പോൾ മണീൻ്റെ അച്ഛൻ എന്താ പറഞ്ഞത്, ഞാൻ നിങ്ങളെ കൂട്ടിയിട്ട് മുസൂരിലേക്ക് പോകാം, ഒറ്റക്ക് വിടുന്നില്ല. അപ്പോൾ മുത്തശ്ശി ചോദിക്കണം, മണീനെ ഇവിടെ ഒറ്റക്കാക്കിയിട്ടോ, നീ എങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചേ എന്നാണ് മുത്തശ്ശി ചോദിക്കുന്നത്. ദെൻ ഐ വിൽ ടേക്ക് യു ടു മുസൂറി സെഡ് മണി ഈഗർലി. എന്നാൽ പിന്നെ ഞാൻ മുത്തശ്ശിനെ അവിടെ കൂട്ടിയിട്ട് പോവാം, മുസൂറിയിലേക്ക് ഞാൻ കൂട്ടിയിട്ട് പോവാം എന്നാണ് മണി പറയുന്നത്. ഐ ഹാവ് ബീൻ ടു മുസൂറി ബിഫോർ വിത്ത് മൈ സ്കൂൾ ഫ്രണ്ട്സ്. ഞാൻ മുമ്പ് മുസൂറിയിൽ പോയിട്ടുണ്ട്. ആരുടെ കൂടെയാ? എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ പോയിട്ടുണ്ട്. ഐ നോ വേർ വി ക്യാൻ സ്റ്റേ ബട്ട്. അപ്പോൾ പറയാണ്, എവിടെ താമസിക്കേണ്ടതെന്ന് എനിക്കറിയാം, പക്ഷേ ഇതൊന്ന് സ്റ്റക്കായി. എന്നിട്ടോ ഹി പൗസ്ഡ് എ മൊമെൻറ്റ് ആൻഡ് ലുക്ക് ഡൗട്ട്ഫുള്ളി ഫ്രം ഹിസ് ഫാദർ ടു ഹിസ് ഗ്രാൻഡ് മദർ. അത്രയും പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ട് അച്ഛനെയും മുത്തശ്ശിനെയും ഇങ്ങനെ നോക്കുകയാണ്. യു വുഡ്ന്റ് ബി ഏബിൾ ടു വാക്ക് ഓൾ ദ വേ ടു നെയിൻ. അപ്പോൾ മുത്തശ്ശിക്ക് നെയിൻ വരെ നടക്കാൻ വേണ്ടി കുറച്ച് നടക്കാനുണ്ട്. നെയിനിൽ നിന്നാണ്, നൈനിറ്റാളിൽ നിന്നാണ് ബസ്സിന് ഇവർ മുസൂറിയിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടം വരെ എത്തണ്ടേ? നൈനിന്ന് പിന്നെ വീണ്ടും ഒരുപാട് ദൂരമുണ്ട് എങ്ങോട്ട്? മുസൂറിയിലേക്ക്. അപ്പോൾ മുത്തശ്ശിക്ക് നൈൻ വരെയുള്ള നടത്തം ബുദ്ധിമുട്ടാവുമോ എന്ന് ചോദിക്കുകയാണ്. വുഡ് യു ഗ്രാനി? പറ്റില്ലേ ഗ്രാനി? പോകാൻ പറ്റില്ല, നടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ഓഫ് കോഴ്സ് ഐ ക്യാൻ വാക്ക് സെഡ് ഗ്രാനി. ഐ മേ ബി ഗോയിങ് ബ്ലൈൻഡ് ബട്ട് ദർ ഇസ് നത്തിങ് റോങ് വിത്ത് മൈ ലെഗ്സ്. എനിക്ക് നടക്കാൻ പറ്റും എന്നാണ് മുത്തശ്ശി പറയുന്നത്. എന്നിട്ടോ എനിക്ക് മേ ബി ഞാൻ എന്താണ് അന്താവുന്നുണ്ടാവും, പക്ഷെ എൻ്റെ കാലുകൾക്ക് എന്താണ് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. ബട്ട് യു ആർ 70 ഗ്രാനി. പക്ഷെ മുത്തശ്ശി നിങ്ങളിപ്പോൾ എത്ര വയസ്സായി? 70 വയസ്സായി എന്ന് വീണ്ടും മണി പറയണേ. വാട്ട് ഹാസ് ദാറ്റ് ഗോട്ട് ടു ഡു വിത്ത് ഇറ്റ്? And besides, it's downhill to Nain and uphill coming back. Uphill is easier, said Granny. ആയിരുന്നാ കുഴപ്പം അല്ലേ? 70 വയസ്സായി എന്ന് മണി പറഞ്ഞപ്പോൾ മണി ഉണ്ടെങ്കിൽ ആയിരുന്നാ കുഴപ്പം. ആൻഡ് ബിസൈഡ്സ് ഇറ്റ്സ് ഡൗൺ ഹിൽ ടു നെയിൻ ആൻഡ് അപ്പ് ഹിൽ കമ്മിങ് ബാക്ക്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇറങ്ങാം, ഇങ്ങോട്ട് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ കയറാം. പക്ഷേങ്കിൽ അതൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല. ഓക്കെ, ആൻഡ് അപ്പ് ഹിൽ കമ്മിങ് ബാക്ക്, അപ്പ് ഹിൽ ഈസ് ഈസിയർ എന്നാണ് പറഞ്ഞത്. കയറുന്നതിന് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, അപ്പോൾ നടക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടേ ഇല്ല എന്ന് ആര് പറഞ്ഞു? മുത്തശ്ശി പറയാണ്. Now that she knew Mani might be accompanying her, she was more than ready to make the journey. അപ്പോൾ എന്താണ്? അപ്പോൾ മുത്തശ്ശിക്ക് കാര്യം മനസ്സിലായി. എന്താ? മണി എന്തായാലും മുത്തശ്ശിയുടെ കൂടെ വരുമെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി. ഷീ വാസ് മോർ ദാൻ റെഡി ടു മേക്ക് എ ജേർണി. അപ്പോൾ മുത്തശ്ശിക്ക് ഇതെന്താണ്? ഒരു ഹോസ്പിറ്റൽ പോക്ക് മാത്രമല്ല, ഇതൊരു യാത്രയും കൂടിയാണ്. വൈൽ വി ആർ ഇൻ മുസൂറി വി വിൽ ഗെറ്റ് സം സീഡ്സ് ആൻഡ് ബൾബ്സ് ആൻഡ് ന്യൂ ബെൽ ഫോർ ദ വൈറ്റ് കൗ ആൻഡ് എ പുൾ ഓവർ ഫോർ യുവർ ഫാദർ ആൻഡ് ഷൂസ് ഫോർ യു. അപ്പോൾ പറയാണ്, നമ്മൾ മുസൂറി പോയിട്ടാകുമ്പോൾ നമ്മൾ എന്തൊക്കെ മേടിക്കും? വി വിൽ ഗെറ്റ് സം സീഡ്സ്, കുറച്ച് സീഡ്സ് മേടിക്കണം. പിന്നെ ബൾബ് മേടിക്കണം. എ ന്യൂ ബെൽ, ഒരു പുതിയ മണി. എന്തിനാണ്? എ ന്യൂ ബെൽ ഫോർ ദ വൈറ്റ് കൗ, അവരൊരു വെള്ള പശുവുണ്ട്, ആ പശുവിന് ഒരു കുഞ്ഞ് പുതിയ ബെല്ല് മേടിക്കണം. ആൻഡ് എ പുൾ ഓവർ ഫോർ യുവർ ഫാദർ, അച്ഛന്, അതായത് മണിയുടെ അച്ഛന് ഒരു കമ്പിളി കുപ്പായം മേടിക്കണം. ആൻഡ് ഷൂസ് ഫോർ യു, മണിക്ക് എന്താ മേടിക്കണ്ടേ? ഒരു ഷൂസും മേടിക്കണം എന്ന് മുത്തശ്ശി പറഞ്ഞു. ഓക്കെ, അപ്പോൾ മണിയുടെ അച്ഛൻ കയറി ഇടപെടുകയാണേ. നോ ജസ്റ്റ് എ മിനിറ്റ് സെഡ് മണീസ് ഫാദർ. ഒരു മിനിറ്റ്, ആർ യു ഗോയിങ് ടു ഹാവ് യുവേഴ്സ് ഐസ് ടെസ്റ്റഡ് ഓർ ആർ യു ഗോയിങ് ഓൺ എ ഷോപ്പിംഗ് ട്രിപ്പ്? അപ്പോൾ നിങ്ങൾ ശരിക്ക് കണ്ണ് ടെസ്റ്റ് ചെയ്യാനാണോ പോകുന്നത്, അല്ല ഷോപ്പിംഗ് ട്രിപ്പാണോ പോണേ? ഐ ഹാവ് ഗോട്ട് ഓൺലി 100 rupees ടു സ്പെയർ. എൻ്റെ കയ്യിൽ എത്ര പൈസയുള്ളത്? 100 രൂപയാണ് എൻ്റെ കയ്യിലുള്ളത്. യു വിൽ ഹാവ് ടു മാനേജ് വിത്ത് ദാറ്റ്. നിങ്ങൾ അതുകൊണ്ട് മാനേജ് ചെയ്യണം. അപ്പം വലിയൊരു ഷോപ്പിംഗ് ആണ് ഉദ്ദേശിച്ച് പ്ലാൻ ചെയ്തത്. അപ്പം അച്ഛൻ എന്ത് ഇടപെട്ടിട്ട് പറയാണ്, നിങ്ങൾ ശരിക്കും കണ്ണ് കാണിക്കാനാണോ പോകുന്നത്, അല്ല ഷോപ്പിംഗ് ട്രിപ്പാണോ പോണേ? എൻ്റെ കയ്യിൽ എത്ര പൈസയുള്ളത്? 100 രൂപയുണ്ട്, അതുകൊണ്ട് മാനേജ് ചെയ്യണമെന്ന് അച്ഛൻ പറയാണ്. വി വിൽ മാനേജ് സെഡ് മണി. വി വിൽ സ്ലീപ്പ് അറ്റ് ദ ബസ് ഷെൽട്ടർ. നമ്മളത് മാനേജ് ചെയ്തോളും, അത് നമ്മൾ ബസ് ഷെൽട്ടറിലായാലും കടന്നോളും എന്നാര് പറയാണ്? മണി പറയാണ്. അപ്പോൾ മുത്തശ്ശി പറയാ, നോ വി വോണ്ട് സെഡ് ഗ്രാനി. അപ്പം മുത്തശ്ശി പറഞ്ഞു, എങ്ങനെയാ? ഇല്ലില്ല, ഐ ഹാവ് ഗോട്ട് 50 rupees ഓഫ് മൈ ഓൺ. എൻ്റെ കയ്യിൽ എത്ര പൈസയുണ്ട്? എൻ്റെ കയ്യിൽ 50 രൂപയുണ്ട്. വി വിൽ സ്റ്റേ അറ്റ് എ ഹോട്ടൽ. നമ്മൾ ഇവിടെ താമസിക്കും, ഒരു ഹോട്ടലിൽ തന്നെ താമസിക്കുമെന്ന് ആര് പറഞ്ഞു? മുത്തശ്ശി പറഞ്ഞു. ഏർലി നെക്സ്റ്റ് മോർണിംഗ് ഇൻ എ ലൈറ്റ് ഡ്രിസിൽ ഗ്രാനി ആൻഡ് മണി സെറ്റ് ഔട്ട് ഓൺ ദ പാത്ത് ടു നെയിൻ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എന്താണ്, മണിയും ഗ്രാനിയും പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങാണ്. അപ്പോൾ ആ സമയത്ത് ഇന്ന ലൈറ്റ് ഡ്രിസിൽ, ഒരു ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നേ. മണി ക്യാരിഡ് എ സ്മോൾ ബെഡിങ് റോൾ ഓൺ ഹിസ് ഷോൾഡേഴ്സ്. ഗ്രാനി ക്യാരിഡ് എ ലാർജ് ക്ലോത്ത് ഷോപ്പിംഗ് ബാഗ് ആൻഡ് ആൻ അംബ്രല്ല. അപ്പോൾ മണിയുടെ ഷോൾഡറിൽ എന്തുണ്ട്? ഒരു ബെഡിങ് റോളുണ്ട്. അതുപോലെ ഗ്രാനി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഷോപ്പിംഗ് ബാഗൊക്കെ കയ്യിലുണ്ട്, ഒരു അംബ്രല്ലയുണ്ട്. വെനെവർ യു ഫീൽ ടയേർഡ് വി വിൽ ടേക്ക് റെസ്റ്റ്. അപ്പം മുത്തശ്ശിയോട് പറയാണ്, മണിയാ പറയുന്നത്, എന്താ പറയുന്നത്? വെനെവർ യു ഫീൽ ടയേർഡ്, എപ്പോഴാണോ മുത്തശ്ശിക്ക് ക്ഷീണം തോന്നുന്നത് നമുക്ക് എന്ത് ചെയ്യാം? വി വിൽ ടേക്ക് റെസ്റ്റ്, നമുക്ക് റെസ്റ്റ് ചെയ്യാം. ഇങ്ങനെയാണ് മണി മുത്തശ്ശിയോട് പറയുന്നത്. വി ഹാവ് ഓൺലി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഔട്ട്
സെഡ് ഗ്രാനി, വി വിൽ റെസ്റ്റ് വെൻ യു ആർ ഹംഗ്രി. നമ്മൾ ജസ്റ്റ് യാത്ര തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ, അപ്പോൾ നീ വിശക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, റെസ്റ്റ് ചെയ്യാമെന്ന് മുത്തശ്ശി പറഞ്ഞു. ദേ വാക്ക്ഡ് അറ്റ് എ സ്റ്റഡി പേസ് വിതൗട്ട് ടോക്കിംഗ് ടു മച്ച്. അവർ പരസ്പരം സംസാരിക്കാതെ മെല്ലെ ഇങ്ങനെ നടക്കാനേ. എ ഫ്ലോക്ക് ഓഫ് പാരറ്റ്സ് വേർഡ് ഓവർ ഹെഡ് ഫ്ലാഷസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ അഗേൻസ്റ്റ് ദ സോംബർ സ്കൈ. അപ്പം ഈ ചുവപ്പും പച്ചയും നിറമുള്ള തത്ത അല്ലേ, തത്തയുടെ കൊക്ക് ചുവപ്പാണ്, ബാക്കി ബോഡി പച്ചയാണ് നമുക്കറിയാം. അപ്പം ആകാശത്ത് ഈ പക്ഷി, ഈ തത്ത വന്നിട്ട് ഇങ്ങനെ ഇവരുടെ തലക്ക് മുകളിൽ ഇങ്ങനെ വട്ടം കറങ്ങാണ്. ഓക്കെ, ആ ശാന്തമായ ആകാശത്ത് ആകെ കാണാനുള്ള ഇത് മാത്രമാണ്. ഓക്കെ, ദർ വർ നോ അതർ സൗണ്ട്സ് എക്സെപ്റ്റ് ഫോർ ദ ഹിസ് ആൻഡ് ജെന്റിൽ പാറ്റർ ഓഫ് ദ റെയിൻ. അപ്പോൾ നെക്സ്റ്റ് പറയാണ്, ദർ വർ നോ അതർ സൗണ്ട്സ്, വേറെ സൗണ്ടുകളൊന്നും അവിടെ ഇല്ല, എക്സെപ്റ്റ് ഫോർ ദ ഹിസ് ആൻഡ് ജെന്റിൽ പാറ്റർ ഓഫ് ദ റെയിൻ. മഴയുടെ ചെറിയ ചാറ്റൽ മഴയുടെ ശബ്ദം അല്ലാതെ വേറെ ഒന്നും അവിടെ കേൾക്കാനില്ല. അപ്പോൾ മുത്തശ്ശിയും പിന്നെ മണിയും കൂടി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. മണി സ്റ്റോപ്പ് ടു പിക്കപ്പ് ബ്ലാക്ക്ബെറീസ് ഫ്രം എ ബുഷ്. അപ്പോൾ മണി എന്താണ് ഈ നടക്കുന്നിടയിൽ അടുത്ത ചെറിയ കാട്ടിൽ എന്തുണ്ട്, കുറച്ച് ബ്ലാക്ക്ബെറീസ് ഉണ്ട്. അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ട് മണി അവിടെ നിന്ന് സ്റ്റോപ്പായി. ഗ്രാനി വാസ് നോട്ട് ഫോണ്ട് ഓഫ് ബെറീസ് ആൻഡ് ഡിഡ് നോട്ട് സ്ലാക്കൺ ഹെർ പേസ്. അപ്പോൾ മുത്തശ്ശി എന്താണ് ഈ ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, അത് പറിച്ചു തിന്നണമെന്ന് താല്പര്യമൊന്നും. മുത്തശ്ശിയുടെ പിന്നെ പേസ് സ്ലാക്കൺ ചെയ്തിട്ടില്ല, അതിന് നടത്തം സ്ലോ ആക്കിയിട്ടില്ല, മെല്ലെ ആക്കിയിട്ടില്ല. മുത്തശ്ശി അയവൊന്നും വരുത്താതെ ഇങ്ങനെ നടക്കുകയാണെന്നാണ് പറയുന്നത്. മണി ഹാഡ് ടു റൺ ടു ക്യാച്ചപ്പ് വിത്ത് ഹെർ. അപ്പോൾ ഇതൊക്കെ പറിച്ചതിന് ശേഷം മണി എന്താണ്, ഓടിയിട്ടാണ് ആരുടെ അടുത്ത് എത്തുന്നത്, മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടുകയാണ്. ഓക്കെ, സൂൺ ഹിസ് ലിപ്സ് വർ പേർപ്പിൾ വിത്ത് ദ ജ്യൂസ് ഫ്രം ദ ബെറീസ്. അപ്പോൾ ഈ ബെറീസൊക്കെ തിന്നിട്ട് പിന്നെ മണിയുടെ ലിപ്സൊക്കെ എന്തായി, പേർപ്പിൾ കളറായി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മുത്തശ്ശിക്ക് നമ്മൾ തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, മുത്തശ്ശിക്ക് എന്താണ്, മുത്തശ്ശി അതേ പറഞ്ഞാൽ എനിക്ക് കണ്ണേ ബ്ലൈൻഡ് ആവുന്നുള്ളൂ, പിന്നെ അല്ലാതെ എൻ്റെ കാലിനൊരു കുഴപ്പമില്ല. അതിപ്പോൾ തെളിയിക്കുന്നതാണ് ഈ ഒരു പാരഗ്രാഫ് അല്ലേ. മുത്തശ്ശിയുടെ നടത്തത്തിനൊപ്പം എത്താൻ വേണ്ടിയിട്ട് മണി ഓടുകയാണ് പിന്നെ ചെയ്യുന്നത്. ദ റെയിൻ സ്റ്റോപ്ഡ് ആൻഡ് ദ സൺ കെയിം ഔട്ട്. അപ്പോൾ മഴയൊക്കെ നിന്നു, സൂര്യൻ തെളിഞ്ഞു വന്നു. ഓക്കെ, സൂര്യൻ പുറത്തു വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സൂര്യപ്രകാശം വന്നു തുടങ്ങി. ബിലോ ദം ദ ലൈറ്റ് ഗ്രീൻ ഓഫ് ദ ഫീൽഡ്സ് സ്റ്റൂഡ് ഔട്ട് അഗെയിൻസ്റ്റ് ദ ഡാർക്ക് ഗ്രീൻ ഓഫ് ദ ഫോറസ്റ്റ്. അപ്പോൾ പിന്നെ ആദ്യം നമുക്ക് ഫുള്ള് മഴയുടെ ഇരുണ്ട് മൂടിയിരിക്കുന്ന സമയത്ത് സൂര്യപ്രകാശം ഇല്ലാത്ത സമയത്ത് ഡാർക്ക് കളറിലേക്ക് ഒരു സൂര്യപ്രകാശം വരുമ്പോൾ എന്തായി, അത് ലൈറ്റ് ഗ്രീൻ ആയിട്ട് മാറും. ഓക്കെ, ആൻഡ് ദ ഹിൽസ് വർ ബാത്ത്ഡ് ഇൻ ഗോൾഡൻ സൺലൈറ്റ്. മലയൊക്കെ എന്താണ് ഈ ഗോൾഡൻ സൺലൈറ്റ് കൊണ്ട് മുഖരിതമായി, ഇല്ലെങ്കിൽ ഫുള്ളായിട്ട് എന്തായി മലയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ വേണ്ടി തുടങ്ങി. മണി റാൻ ഹഡ്. ക്യാൻ യു സീ ഓൾ റൈറ്റ് ഗ്രാനി, ഹി കോൾഡ്. അമ്മമ്മേ എല്ലാം കാണാൻ പറ്റുന്നില്ലേ എന്ന് ഓടിയിട്ട് മണി ചോദിക്കുകയാണ്. ഓക്കെ, ക്യാൻ യു സീ ഓൾ റൈറ്റ് ഗ്രാനി, ഹി കോൾഡ്. മുത്തശ്ശിയോട് ചോദിച്ചു. അപ്പോൾ മുത്തശ്ശി എന്താ പറഞ്ഞത്, ഐ ക്യാൻ സീ ദ പാത്ത് ആൻഡ് ഐ ക്യാൻ സീ യുവർ വൈറ്റ് ഷർട്ട്, ദാറ്റ്സ് ഇനഫ് ഫോർ ജസ്റ്റ് നൗ. എനിക്ക് വഴിയും കാണാം, നിൻ്റെ വൈറ്റ് ഷർട്ടും കാണാം, എനിക്ക് തൽക്കാലത്തേക്ക് ഇത് തന്നെ ധാരാളമാണ്. ഗ്രാനി and Mani ate their light meals on the roadside in the shade of whispering pine and drank from a spring. By late afternoon, they were directly above Nain. അപ്പോൾ മണിയും അമ്മമ്മയും പിന്നെ അവരുടെ ലഘുഭക്ഷണം റോഡ് സൈഡിലിരുന്ന് കഴിച്ചു. അപ്പോൾ ഇൻ ദ ഷെയ്ഡ് ഓഫ് എ വിസ്പറിങ് പൈൻ. വിസ്പറിങ് പൈൻ മീൻസ് ഈ ഇലകളിങ്ങനെ പൈൻ ഇലകളിങ്ങനെ ആടുമ്പോൾ തമ്മിൽ കൂട്ടിയറിയുന്ന ഒച്ചയില്ലേ, അങ്ങനെ വിസ്പറിങ് പൈൻ എന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ പൈൻ്റെ ഷെയ്ഡിലിരുന്ന് തണലിലിരുന്ന് പിന്നെ അവരുടെ ലഘുഭക്ഷണമൊക്കെ കഴിച്ച് ആൻഡ് ഡ്രാങ്ക് ഫ്രം സ്പ്രിങ്, അരുവിയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. ദെൻ ബൈ ലേറ്റ് ആഫ്റ്റർനൂൺ ദേ വർ ഡയറക്ട്ലി അബവ് നെയിൻ. അപ്പോൾ ഏകദേശം അവർ നെയിനിൽ എത്താണ്. വി ആർ ഓൾമോസ്റ്റ് സെഡ് മണി. അപ്പം മണി പറയാണ്, നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്തി. ഐ ക്യാൻ സീ ദ ടെമ്പിൾ നിയർ അങ്കിൾസ് ഹൗസ്. എനിക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, നമ്മുടെ അങ്കിളിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആ ടെമ്പിൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. ഐ ക്യാൻ സീ എ തിങ് സെഡ് ഗ്രാനി. അപ്പം മുത്തശ്ശി പറഞ്ഞു, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ മിസ്റ്റ്. എന്ത് കാരണമാണ്, ഈ മൂടൽമഞ്ഞ് കാരണമാണ്, മിസ്റ്റ് കാരണമാണ് മുത്തശ്ശിക്കൊന്നും കാണാത്തത് എന്ന് പറയാം. ദസ് എ തിക്ക് മിസ്റ്റ് കമ്മിങ് അപ്പ് ദ വാലി. അപ്പോൾ പിന്നെ നല്ല കട്ടിയുള്ള മിസ്റ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, മഞ്ഞുണ്ട്, അതുകൊണ്ടാണ് മുത്തശ്ശിക്ക് ഒന്നും കാണാത്തതെന്നാണ് മണി പറയുന്നത്. ഓക്കെ, ഇറ്റ് ബിഗാൻ റെയിനിങ് ഹെവിലി ആസ് ദേ എൻറ്റേർഡ് ദ സ്മാൾ മാർക്കറ്റ് ടൗൺ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ. അപ്പോൾ അരുവിയുടെ തീരത്തുള്ള പുഴയുടെ തീരത്തുള്ള ചെറിയൊരു പിന്നെ മാർക്കറ്റ് ടൗണിലേക്ക് അവരെത്തുന്ന സമയത്ത് മഴ കാര്യമായിട്ട് പെയ്യാൻ തുടങ്ങി. ഗ്രാനീസ് അംബ്രല്ല വാസ് ലീക്കിംഗ് ബാഡ്ലി. മുത്തശ്ശിയുടെ കുട എന്തുണ്ട്, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് ലീക്കാവുന്നുണ്ട്, പിന്നെ അതിലൂടെ വെള്ളമൊക്കെ ഇട്ടുന്നുണ്ട്. ബട്ട് ദേ വാസ് സൂൺ ഡ്രൈയിങ് ദംസെൽസ് ഇൻ അങ്കിൾസ് ഹൗസ്. പിന്നെ അവർ അങ്കിളുടെ വീട്ടിലെത്താണ്. ആൻഡ് ഡ്രിങ്കിങ് ഗ്ലാസസ് ഓഫ് ഹോട്ട് സ്വീറ്റ് മിൽക്ക് ടീ. അപ്പോൾ അവർ അവിടെ എത്തിയിട്ട് നല്ല ചൂട് പിന്നെ പാൽ ചായയൊക്കെ കുടിച്ച് അവരവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ഓക്കെ, മണി ഗോട്ട് അപ്പ് ഏർലി ദ നെക്സ്റ്റ് മോർണിംഗ് ആൻഡ് റാൻ ഡൗൺ ദ നാരോ സ്ട്രീറ്റ് ടു ബാത്ത് ഇൻ ദ റിവർ. അപ്പോൾ മണി രാവിലെ എഴുന്നേറ്റിട്ട് എൻ്റെ മാമൻ്റെ വീട്ടിലാണ് നിന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. രാവിലെ പിന്നെ എഴുന്നേറ്റ് കുളിക്കാൻ വേണ്ടി റിവറിലേക്ക് ഓടാണ്. ഓക്കെ, റിവറിലേക്ക് പോയി. ആസ് മണി ഡ്രസ്ഡ് ഹി ഹിയർഡ് ദ ബ്ലെയർ ഓഫ് ബസ് ഹോൺ. അപ്പോൾ മണി ഇങ്ങനെ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഹി ഹിയർഡ് ദ ബ്ലെയർ ഓഫ് എ ബസ് ഹോൺ. ബസ്സിൻ്റെ ഹോൺ അടി കേൾക്കുകയാണ്. ദർ വാസ് ഓൺലി വൺ ബസ് ടു മുസൂറി. അപ്പോൾ മുസൂറിയിലേക്ക് ആകെ ഒരു ബസ്സേ ഉള്ളൂ.
ഓക്കെ, അപ്പോൾ ആ ബസ് മിസ്സായി കൂടോ? ഇല്ല. സോ ഹി സ്കാമ്പേർഡ് അപ്പ് ദ സ്ലോപ്പ് വണ്ടറിങ് ഇഫ് ദേ ഹാഡ് മിസ്ഡ് ഇറ്റ്. അപ്പം പിന്നെ മണി തുള്ളിച്ചാടി വേമ്പേം തുള്ളിച്ചുള്ളി ഓടുകയാണ്, എങ്ങോട്ട് സ്ലോപ്പിലൂടെ തുള്ളിച്ചാടി ഓടുകയാണ്, വേഗം ബസ് മിസ്സാക്കിക്കൂടല്ലോ. ബസ് മിസ്സായി പോയാൽ പിന്നെ മുസൂറിയിലേക്കുള്ള യാത്ര അവിടെ ഇല്ലാണ്ടായി പോകും. ബട്ട് ഗ്രാനി വാസ് വെയിറ്റിംഗ് ഫോർ ഹിം അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഷീ ഹാഡ് ഓൾറെഡി ബോട്ട് ദർ ടിക്കറ്റ്സ്. അപ്പം മുത്തശ്ശി ഓൾറെഡി അവിടെ എത്തി, ടിക്കറ്റൊക്കെ മേടിച്ച് മണീനെ കാത്തിരിക്കുകയാണ്. ഓക്കെ, ദ ബസ് വാസ് ഓൾഡ് ആൻഡ് റിക്കറ്റി ആൻഡ് റാറ്റിൽഡ്. അപ്പം ബസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഫുള്ള് പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ പോലത്തെ ബസ്സാണ്. റാട്ടിൽ ഭയങ്കര ബഹളൊക്കെ, വണ്ടി പോകുമ്പോൾ തന്നെ നമ്മൾ ചില വണ്ടിയൊക്കെ കാണില്ല, ബ്രേക്കൊക്കെ ചവിട്ടി പ്രത്യേകതര ശബ്ദം ഉണ്ടാക്കുന്ന ബസ്. അപ്പോൾ അതുപോലെ ഭയങ്കര ബഹളമൊക്കെ വെക്കുന്ന ബസ്സാണ്. ബസ് തന്നെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മൊത്തം കുലുക്കവും ഒച്ചപ്പാടും ബഹളൊക്കെയാണ്. റിക്കറ്റി ആൻഡ് റാറ്റൽ ആൻഡ് സോ മച്ച് ദ പാസഞ്ചേഴ്സ് കുഡ് ബെയർലി ഹിയർ ദംസെൽസ് സ്പീക്കിംഗ്. അപ്പം ബസ്സിലിരുന്ന് പരസ്പരം സംസാരിക്കുമ്പം അവർക്ക് കേൾക്കുന്ന കഷ്ടിച്ച് പരസ്പരം അവർക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മണിയും മുത്തശ്ശിയും എങ്ങോട്ട് പോവാണ്? മുസൂറിയിലേക്കുള്ള ബസ്സിൽ കയറി യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ യാത്രയുടെ ബാക്കി ഭാഗം നമ്മൾ സെക്കൻഡ് പാർട്ടിൽ കംപ്ലീറ്റ് ചാപ്റ്റർ അടുത്ത പാർട്ടോടുകൂടി കംപ്ലീറ്റ് ആക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും ഭാഗമാണ് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പെട്ടെന്ന് തന്നെ അടുത്ത ഭാഗം അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ബൈ.